ശാപം വരുമെന്ന് പറഞ്ഞത് ശപിക്കാനാണോ? അല്ല. എന്തിനാണെന്നറിയോ? രക്ഷിക്കാനാ. കാരണം ഈ മക്കൾ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട്. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മിണ്ടുന്നില്ല ഒറ്റ ഒരെണ്ണം. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. സമ്മതിച്ചല്ലോ. അത് ബോധമുള്ള ഒന്നും 18 ഇറങ്ങിപ്പോത്തില്ല. പോമോ? ഇല്ല. 18 ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതിന് കണ്ട പാവം പോലും ഇല്ലെന്നേ. ഞാൻ എത്ര ഇടത്താണ് പോകുന്നത്, കണ്ട പാവം പോലും ഇല്ല. ഇതാരാ? അതിൻ്റെ ഒരു നിപ്പ് കാണണം. അയ്യോ, തൊടാനൊക്കുമോ? 18 കഴിഞ്ഞില്ലേ? സത്യത്തിൽ അതിനെ അങ്ങ് അടിച്ച് കൊല്ലാൻ തോന്നും. കാരണം ഇത് അമ്മയല്ലേ, അപ്പനല്ലേ. ഞാൻ എനിക്ക് പോകണ്ട, എനിക്ക് ഇവരുടെ പോകേ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതൊക്കെ ഓർത്തോണേ. ഈ അപ്പനും അമ്മയും ജീവിച്ച ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. ഞാൻ എല്ലാ മക്കളോടും പറയും, അവർ ജീവകാലത്ത് കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം സങ്കടം മാറുന്ന ഒറ്റ ദിവസമാണ് 10 പേരെ പിടിച്ച് നിൻ്റെയൊക്കെ കല്യാണം നടത്തുമ്പോൾ. അന്നേരം ഞങ്ങളുടെ ഉപദേശി പറയും, ഇപ്പോൾ സ്വന്തമായിട്ടോ ഉത്തരവാദിത്തപ്പെട്ടവരോ അവരെ സ്റ്റേജിലേക്ക് ആനയിക്കാവുന്നതാണ്. അന്നേരമാണ് ഗമയിൽ 2 പേര് കയറി വരും. ആരാ? അപ്പനും അമ്മയും. അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സംഭവം അല്ലേ. അപ്പം നോക്കണേ എൻ്റെ പ്രിയരെ, അത് കളയരുത് കേട്ടോ. അപ്പം നോക്കണം, അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യോ? ഇല്ല. അപ്പം ശാപം വരുന്നത് നമുക്ക് മാത്രമല്ല, എത്ര പേർക്ക് വരാം? 4 തലമുറ വരെ വരാം. അതിന് കാരണമുണ്ട്. ഒന്ന് മക്കൾ. ഇനി മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? സമ്മതിക്കത്തില്ല. മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? കൊച്ചുമക്കളെയാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴാണ് പിള്ളേരെയൊക്കെ തല്ല് പറഞ്ഞ്. മക്കളെ ഈ വല്യപ്പനും വല്യമ്മയും വളർത്തിയ പിള്ളേരെ പിഴച്ചു പോകുമെന്ന് പറയും. കുറച്ച് സത്യമുണ്ട്. കാരണം ഇവരെന്തോ ചെയ്യത്തില്ല, തല്ലത്തില്ല. ഇപ്പോൾ തല്ല് കുറവാണ് സത്യത്തിൽ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയാൽ ഇപ്പം തല്ലാനും ഒക്കത്തില്ല. എന്നാൽ എന്നെയൊക്കെ തല്ലുന്ന അതിശാസ്ത്രീയമായിട്ടായിരുന്നു. എന്തോ ഒരു ശാസ്ത്രീയമായ അടിയായിരുന്നു. നിക്കർ ഊരി എണ്ണ ചൂടാക്കി പുരട്ടി വടി വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നാൽ ഇത് കലാപരിപാടിയാണ്. കുറേ നേരത്തെ ഇതങ്ങ് തീരത്തില്ല. വടി വെട്ടി വഴറ്റി വടി വരുമോ ഇല്ല. മിലിറ്ററി അടിയായിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ അപ്പ അടി കഴിഞ്ഞ് പോകുമ്പോൾ, അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട്, ഞാനും പെങ്ങളും കൂടെ. സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ, സന്തോഷം എന്നി വന്നല്ലോ. അത്ര അടിയായിരുന്നു. പക്ഷെ എനിക്ക് മക്കളുണ്ടായപ്പോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു വട്ടം കൊച്ചിനെ അടിക്കാൻ പിടിച്ചപ്പോൾ അപ്പ പറഞ്ഞ് അടിക്കരുത്. ഞാൻ അതെന്നെ അടിക്കരുതേ. അതെ, എൻ്റെ ഇവിടെ ഏതാണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമ്മളെ അടിച്ചപ്പോൾ ഒരു ഏതാണ്ട് ഇല്ലായിരുന്നല്ലേ? എടാ അങ്ങനെ പറയില്ലടാ, ഇവിടെ ഏതാണ്ട്. ഞാൻ ദൂരെ ഇട്ട് അടിച്ചോളാം. ഞാനൊരടി കൊടുക്കേ, ഇഷ്ടം പുറകിൽ നിന്നൊരടി എൻ്റെ കന്നം തീർന്നു. എന്നിട്ട് പറയാം, കുറേ നാളായി അടിച്ചിട്ടുണ്ട്. എങ്ങനെ ആരോഗ്യമൊക്കെ നോക്കിയാന്ന്. അന്നേരം 3 പിള്ളേരുടെ അപ്പനെ കണ്ടോ കൊണ്ടു. ആരെ അടിച്ചപ്പം? കൊച്ചുമക്കളെ. അപ്പം വൃദ്ധൻ്റെ മക്കൾ വൃദ്ധൻ്റെ കിരീടം അല്ലേ? കിരീടമാണ്. വല്ല അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ മക്കൾക്കോ മക്കൾക്കോ ഒക്കെ ദോഷം വരുന്നോ ചെയ്യുമോ? ഇല്ല. അതിനാണ് ശാപം വരുമെന്ന് പറഞ്ഞത്. ശപിക്കാനല്ല. മക്കളെയും മക്കളെയും ഒക്കെ ഓർത്ത് മര്യാദയ്ക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. പക്ഷെ അകത്ത് എന്തോ ഇരിക്കുക? പാപം. ഈ പാപം എന്തോ ചെയ്യിപ്പിച്ചു? പാപം അരുതാത്തത് ചെയ്യിപ്പിച്ചു. എന്തോ വന്നു? ശിക്ഷയുടെ കൂടെ എന്തുകൂടെ വന്നു? ശാപം കൂടെ വന്നു. ശാപം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു അച്ഛൻ്റെ മകനാ, പള്ളിയിലച്ഛൻ്റെ മോനാ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. ഒരു പള്ളിയിൽ അച്ഛൻ്റെയൊക്കെ ആ ഇടവകയുടെ അവിടെ നടന്ന ഒരു പഴയ കാലത്ത് നടന്നൊരു കാര്യമാണ്. പ്രായമുള്ളൊരു വൈദികനാണ്. അപ്പോൾ 2 വിശ്വാസികൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. പള്ളി ഇടവക വഴക്കുണ്ടായി. അപ്പോൾ ഒരാളുടെ വീട്ടിൽ, ഈ പള്ളിയിൽ ഒരാളുടെ ഏതാണ്ട് മാമോദീസ നടക്കുക. അപ്പോൾ ഈ മാമോദീസ സെറിമണി നടക്കാതിരിക്കാൻ വേണ്ടി മാമോദീസയുടെ തലേരാത്രിയിൽ ഏതാണ്ട് മറ്റേ കൂട്ടർ ഓട് പൊളിച്ച് പള്ളിക്കകത്ത് ഇറങ്ങിയിട്ടൊരു മാമോദീസ തൊട്ടിലിനകത്ത് വെളിക്കിറങ്ങി. മാമോദീസ അപ്പം രാവിലെ വരുമ്പോൾ വെളിക്കിറങ്ങി കിടക്കുന്നതിനകത്ത് ആരെങ്കിലും മാമോദീസ മുക്കുമോ? പള്ളി ചെയ്ത പിന്നെ ആരും ആ പള്ളി മാമോദീസ മുക്കാതായി. പള്ളി ഓൾമോസ്റ്റ് അടച്ചിടുന്ന പോലായി. അപ്പോൾ അന്നുണ്ടായിരുന്ന താപസ ശേഷനായിരുന്ന വലിയ തിരുമേനി വന്ന് ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി. എന്നിട്ട് വലിയ തിരുമേനി തന്നെ ഈ മാമോദിസ തൊട്ടിൽ കഴുകിയിട്ട് വലിയ തിരുമേനി ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥനകളും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ നടത്തി അതിലെ വെള്ളം കോരി കുടിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് മാമോദിസ നടക്കുന്നത്. പെന്തക്കോസ്ത് വിശ്വാസികളായി ഞങ്ങൾ
ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല. ആ സത്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എന്നിട്ടും അച്ഛൻ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ട് പേടിച്ചു പോയി. തലമുറകളായിട്ട് ആ വെളിക്കിറങ്ങിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ആ കുടുംബത്തിൽ മലാശയ ക്യാൻസർ കാണും, മലദ്വാരത്ത് ക്യാൻസർ കാണും. എന്തൊക്കെ വേട്ടയാടുന്ന, എന്ത് വേട്ടയാടുന്ന? ശാപം വേട്ടയാടുന്നു. ശാപം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ശിക്ഷയും ശാപവും, നമ്മുടെ പഴയ കാലത്തെ തറവാടുകൾ എങ്ങനെ ശാപം വരാം? ശാപം പല രീതി വരാം. ദരിദ്രൻ്റെ കണ്ണീര് വീണ കൂലി നിലവിളിച്ചാൽ എന്തോ വരും? ശാപം വരും. എന്തിയെ തറവാടുകളെല്ലാം, എന്തിയെ വലിയ വലിയ തമ്പ്രാന്മാരെല്ലാം, എന്തിയെ ഒറ്റ എണ്ണത്തെ കാണിച്ച് തമ്പ്രാക്കന്മാരുടെ പിന്തലന്മാർക്കാരെ എരന്ന് ജീവിക്കുന്നവരുണ്ട്. എന്താ പറ്റിയെന്നറിയാമോ? ശാപം. കൂലിക്കാരൻ ചെന്ന് ചോദിക്കും, കൂലി ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ല എമ്മാനെ ഇത്രൂടെ, ഒരടി, ഒരു ഉന്ത്, ഒരു തള്ള, ഒരു ഞെക്ക്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടത്തിൻ്റെ മട ഉറയ്ക്കണമെങ്കിൽ ആരെ കൂടെ ചവിട്ടി താക്കണം? മനുഷ്യനെ കൂടെ താക്കണം നിർബന്ധത്തിൽ. ചരിത്രങ്ങൾ പറയുന്നു ആരെയൊക്കെയോ അതിനകത്ത് താത്തിട്ടുണ്ട്, ചവിട്ടി താത്തു. ആരും അറിഞ്ഞില്ല, ഉലകം അറിഞ്ഞില്ല. കരച്ചിൽ ഉയർന്നപ്പോൾ ശാപം വന്നു. സത്യമാണേ, ശാപം വന്നു. ദരിദ്രനെ പീഡിപ്പിച്ചാൽ. മറ്റൊന്ന് അധാർമികമായ ലൈംഗിക ജീവിതം. അവരെൻ്റെ ഭാര്യ, അവരെൻ്റെ മകള്, അവരുടെ ഉള്ളുരുകിയ പ്രാക്ക്, ഇതെല്ലാം ശാപമാണ്. കൊച്ചുങ്ങളെ നശിപ്പിച്ച അപ്പനും അമ്മയും ഉള്ളുരുകി പ്രാകും. എൻ്റെ കൊച്ചിനെ തൊലച്ചോ മുടിഞ്ഞു പോകുന്നു. ഏക്കും ഇതൊക്കെ. കാരണം കൂടാത്ത ശാപം എന്ത് ചെയ്യത്തില്ല? ഏക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം കൂടി ഏക്കും. അനിയൻ മരിച്ചുപോയി. അനിയൻ്റെ ഭാര്യയും പിള്ളേരെയും വീതം കൊടുക്കാതെ ഇറക്കിവിട്ട ചേട്ട അനുഭവിക്കും. അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. എന്താ കാര്യം? വിധവയുടെ കണ്ണീരാ. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉപദേശിക്കിട്ട് പണി കൊടുക്കും. കൊടുത്തോ? ഇരുന്ന് മേടിക്കും, എരന്ന് അനുഭവിക്കും. ഇത് പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയായിട്ടൊന്നും കാണണ്ട. സഭയെ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തോ വരും? എന്തോ വരും? ശാപം വരും. ശാപം വരും. ഞാനിതെല്ലാം കാണുന്നതും അനുഭവിക്കുന്നതും കണ്ടിട്ടുള്ളതും ചരിത്രങ്ങളൊന്നും കാത്തിരുന്ന് കണ്ടാൽ മതി. അപ്പം നോക്കണം, ഇതെല്ലാം എന്ത് വരുത്തും? ശാപം വരുത്തും. അപ്പം ശിക്ഷയും ശാപവും മരണവും. എത്ര പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അനുഭവിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കാർന്നൂർ പോയേ. കാർന്നൂർ പോയത് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അനുഭവിക്കാനാ. തീർക്കാം, ഇവിടം കൊണ്ടെങ്കിലും തീരട്ട്. അപ്പം നോക്കണം, എന്തോ വേട്ടയാടുക. ശാപം വേട്ടയാടുന്ന കുടുംബങ്ങൾ, ശാപം വേട്ടയാടുന്ന മനുഷ്യർ, എന്തോ ഒന്നും ഭീകരമായി വേട്ടയാടപ്പെടുന്നത് പോലെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്താ പോംവഴി? എന്താ പരിഹാരം? അടുത്തൊരു പരിഹാരം കൊണ്ടുവന്നു. ആ പരിഹാരം സിമ്പിളാ. നീ മരിക്കേണ്ടിടത്ത് മൃഗത്തെ മരിച്ചാൽ മതി, കൊല്ലപ്പെട്ടാൽ മതി. യാഗം വന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ യാഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. യാഗം സത്യത്തിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാര പ്രക്രിയയായി മൃഗമോ കാളക്കിടാവോ കുറുമ്പ്രാവിനെയോ ഒക്കെ എന്ത് ചെയ്യുക? മരിക്കുക അല്ലേ? പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇബ്രാഹിം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷയും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിക്കുന്നു. ശ്രദ്ധിക്കണേ, കൂടെ കഴിക്കുന്നു. എന്താ കാര്യം? തെറ്റ് ചെയ്യുന്നു, പരിഹാരം ചെയ്യുന്നു. പക്ഷെ വീണ്ടും പരിഹാര പ്രക്രിയ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യുമോ? വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയൊരു മനുഷ്യൻ, ഭയങ്കര ക്ഷമയാന്ന്, അവാർഡ് കിട്ടി. ഒടുവിൽ ആരാണ്ട് അവാർഡൊക്കെ കിട്ടി, പത്രത്തിൽ പേര് വന്നു, വലിയ ആളായി. അവസാനം കുറേ ജൂനിയർ ജേർണലിസ്റ്റുമാർ നമ്മൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ കണ്ടില്ല, കുത്തി ചോദിക്കും. അന്നേരം ഇവർക്കങ്ങ് ദേഷ്യം വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമയുള്ളവർക്ക് പത്രസമ്മേളനത്തിൽ പോയിരിക്കാനൊക്കത്തുള്ളൂ. കാരണം ചോദ്യങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കും. അവിടെ ശാന്തമായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ലേഡി ജേർണലിസ്റ്റ് ചോദിച്ചു, അപ്പോൾ സാറിന് ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ അർത്ഥം സാറ് കോപിച്ചിട്ടേ ഇല്ലെന്നാണോ? ഇല്ല. അപ്പോൾ സാർ കോപിച്ചിട്ടേ ഇല്ല സാർ. രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യ കാപ്പി ഇടാൻ പറഞ്ഞപ്പം പറയുക കാപ്പിപ്പൊടി ഇല്ലെന്ന് പറഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ സാർ? ഇല്ല. വണ്ടി വന്ന് നിൽക്കുക, കൊച്ചു കയറാൻ നേരത്ത് പറയുക ഇന്നാ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസം, ദേഷ്യം വരത്തില്ലേ? ഇല്ല. അപ്പോൾ സാറ് ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഇല്ല. പിന്നെ കൊച്ചു ചോദിച്ചു, സാറ് ദേഷ്യപ്പെട്ടില്ല? സാർ ദേഷ്യപ്പെട്ടില്ല. കുറച്ചു കഴിഞ്ഞുള്ള പറഞ്ഞു, കൊച്ച നിന്നോട് ഞാൻ കുറേ നേരം ഉണ്ട് അപ്പോൾ എല്ലാവൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്. പാപം അവസരം കിട്ടുമ്പോൾ എന്തോ ചെയ്യും? ചതിക്കും. പാപം അവസരം കിട്ടുമ്പോൾ എന്തോ ചെയ്യും? ചതിക്കും. അതുകൊണ്ടാണ് ഈ അവസരങ്ങൾ, പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. പാപം അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ചതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയരെ, പാപവും ശിക്ഷയും ശാപവും മനുഷ്യനെ വേട്ടയാടി എന്താ പരിഹാരം ചെയ്തു. എല്ലാ മതങ്ങളിലും ഒക്കെ പരിഹാരങ്ങളുണ്ട്, ഓരോരോ പരിഹാരങ്ങളാണ്.
ഈ പരിഹാരം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? പാപം ചെയ്യും. അപ്പം പിന്നെ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. ഈ പരിഹാരം ചെയ്യുന്നതുകൊണ്ട് ആർക്കാ ഗുണമെന്നറിയാമോ? പുരോഹിതന്മാർക്ക്. അവർ ആടുമായിട്ട് യാഗം കഴിക്കാൻ ദൂരെ നിന്ന് വരുമ്പം ഇവരുടെ ബിനാമി പുറത്ത് ഇപ്പുണ്ട്. അവർ ഈ ആടിനെ നോക്കിയിട്ട് പറയും, ഇതിന് പുഴുക്കത്തുണ്ട്, നടക്കില്ല. അവർ പറയും, ഞാൻ 100 കിലോമീറ്റർ ഒന്നാ. പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കില്ല. ഇനി എന്തോ ചെയ്യണം? ഞങ്ങളുടെ ആടുണ്ട്, അതിനെന്തോ ചെയ്യണം? ഇത്ര രൂപ തരണം. ഇത്ര രൂപ തരാൻ പൈസയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം പാവം എങ്ങനെങ്കിലും കൊടുക്കും. അതിനാണ് തമ്പുരാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം മറിച്ചിട്ട് ചമ്മട്ടി കൊണ്ട് എന്ത് ചെയ്തു? അടി കൊടുത്തു. ഇവന്മാരെയാ, ബിനാമികളെയാ, എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. അപ്പം കണ്ടോ, അത്ര പരോഹിത മതം ഇതിനിടയ്ക്ക് നിന്ന് മനുഷ്യനെ ചൂഷണം ചെയ്തു. നീ പാപിയാ, നീ പരിഹാരം ചെയ്യണം, പരിഹാരം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടും, നീ വീണ്ടും പാപിയാ. അപ്പം പാപത്തെ ഓർമ്മപ്പെടുത്തുന്ന പരിഹാര പ്രക്രിയകൾ. അടുത്ത പാപം വരെ ഉള്ളൂ വാറണ്ടി കേട്ടോ, വീണ്ടും പാപം ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി എന്താ രക്ഷ? മനുഷ്യൻ്റെ ഒരു നിലവിളി ഉയർന്നു. പ്രിയരെ, ആ നിലവിളി ഇതായിരുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? എന്നെ അരിഷ്ട മനുഷ്യൻ. ഭാരതത്തിനും നിലവിളിച്ചു, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ എന്ത് ചെയ്യണേ? നയിക്കണമേ. പാപോഹം പാപകർമ്മോഹം. വലിയ അറിവുകളില്ല എങ്കിലും ലഭ്യമായ അറിവുകളിൽ പറയട്ടെ, സർവവും പാപമയമ. വചനം പറയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അങ്ങനെ ഈ മനുഷ്യൻ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എങ്ങനെ രക്ഷപ്പെടും? നിലവിളി ഉയർന്നപ്പം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയരെ ശ്രദ്ധിക്കണേ, ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഈ പുത്രൻ തമ്പുരാൻ ദൈവമായിരുന്നവൻ, അവിടത്തോടൊപ്പം ഇരുന്നവൻ, സ്വർഗത്തിൻ്റെ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസീരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. വെറും മനുഷ്യനല്ല, 100% അഭിനയമല്ലായിരുന്നു, മായാവി അല്ലായിരുന്നു, 100% മനുഷ്യനായി, 100% ദൈവം. അതാണ് ജഡാവതാരത്തിൻ്റെ നിഗൂഢത, അതിൻ്റെ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അങ്ങനെ ദൈവം മനുഷ്യനായി. കണ്ടോ, ദൈവം മനുഷ്യനായി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, മനുഷ്യൻ ദൈവമാണെന്നല്ലട മക്കളെ. ദൈവം ആരായി? മനുഷ്യനായി. ഈ മനുഷ്യൻ ദൈവമായി ഗിമിക്സ് കാണിക്കുന്നുണ്ട്, ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറയും. അതൊന്നുമല്ല, സാക്ഷാൽ ദൈവം ആരായി? മനുഷ്യനായി. യെരുശലേമിലെ കണ്ണു കാലിത്തൊഴുത്തി കിടക്കുക ആരാ? ദൈവം. കൊച്ചു കുഞ്ഞ് കയ്യും കാലും വിട്ട് അടിച്ച് കിടക്കുക, ശീലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ദൈവം ചെറുതായി കേട്ടോ. ദൈവം ആരായി? ചെറുതായി. നമ്മുടെയൊക്കെ ദേഷ്യം വരും, പറയത്തില്ലേ, എന്നെ അവരുടെ മുമ്പിൽ വെച്ച് നീ എന്താക്കി? ആ കളി ചെറുതാക്കി, കൊച്ചാക്കി. ഞാൻ മറക്കത്തില്ല. പിള്ളേർക്ക് പോലും ഇപ്പോൾ ഇഷ്ടമില്ല. അവരുടെ മുമ്പിൽ വെച്ചാ കണ്ടോ, നമുക്ക് വേണ്ടി ഒരാൾ എന്തായി? കൊച്ചായി, ചെറുതായി. ദൈവം ആരായി? ചെറുതായി. എന്തിനാ? ചുരുങ്ങി നമ്മളെ ദൈവത്തോളം വലുതാക്കാൻ, സ്വർഗത്തോളം എത്തിക്കാൻ. സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് വന്നു, അല്ലേ? സ്വർഗം വിട്ട് ദൈവം എവിടേക്ക് വന്നു? ഭൂമിയിലേക്ക് വന്നു. ഇന്ന് എന്താണ്, ഉപഗ്രഹങ്ങളും ഇങ്ങനെ പോവല്ലേ. പണ്ടൊരു നമുക്കും ഭയങ്കര അഭിമാനമാണ്. ഇന്ത്യയൊക്കെ മുമ്പിൽ പോയി. മംഗളയാൻ എവിടം വരെ പോയി? ചൊവ്വായി പോയി, അല്ലേ? ചൊവ്വായിലല്ലേ മംഗളയാൻ പോയേ. അപ്പോൾ അങ്ങനെ അതൊക്കെ പിന്നെ അങ്ങ് മാറുക. നമ്മൾ വിട്ട ഉപഗ്രഹങ്ങളൊക്കെ പോവുക. പണ്ട് നമ്മളെ കളിയാക്കായിരുന്നു. ഇപ്പോഴതൊക്കെ ഇല്ല. ഇപ്പോൾ എല്ലാം ഈ സോഷ്യൽ മീഡിയ അല്ലേ, മിമിക്സ് ഒക്കെ നടത്തും. അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും ഉത്സവങ്ങളും എല്ലാം മിമിക്സാണ്. 3-4 പേര് ഇങ്ങനെ ഈ കലാഭവനൊക്കെ കണ്ടിട്ടില്ല, ജുബായൊക്കെ ഇട്ടിങ്ങനെ നിൽക്കും. അവിടെ ഒരു മെയിൻ മിമിക്സിൻ്റെ ഒരൈറ്റമായിരുന്നു. ഒന്ന് ഉപദേശിമാരെ കളിയാക്കും, മറ്റൊന്ന് അന്നത്തെ സൈനിക ശക്തികൾ ആരൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ജപ്പാൻ. ഇപ്പോൾ ഇവർ പറയും അമേരിക്ക റോക്കറ്റ് വിട്ടു, പോയി. റഷ്യ റോക്കറ്റ് വിട്ടു, പോയി. ജപ്പാൻ റോക്കറ്റ് വിട്ടു, അടുത്ത ആൾ പറയും പോയി. ഇന്ത്യ റോക്കറ്റ് വിട്ടു, താഴോട്ട് വിട്ടു. അങ്ങനെ പണ്ട് റോക്കറ്റ് തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ ബഹളമായിരുന്നു. പിള്ളേർക്ക് അറിയത്തില്ല. സ്കൈലാബ് ഓർമ്മയുണ്ടോ? ഇത് താഴോട്ട് വരും. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. നമ്മൾ വിട്ടതെല്ലാം ഇവിടെ പോയി, മേളിൽ പോയി. അപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയതോ ഉപഗ്രഹം ചൊവ്വായി പോയതോ ഒന്നുമല്ല. അത്ഭുതം. ഈ പ്രപഞ്ചം എത്ര നിഗൂഢമാണ്. ഈ പ്രപഞ്ചം ഭയങ്കര നിഗൂഢമാണ്. അടുത്തിടയ്ക്ക് നാസയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇല്ലായിരുന്നു. നിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വലിപ്പങ്ങൾ ഇന്നും മനുഷ്യന് മനസ്സിലായിട്ടില്ല. ആ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ മനുഷ്യനെ തേടി ആരായിട്ട് വന്നു? മനുഷ്യനായി. കണ്ടോ, ദൈവം മനുഷ്യനെ തേടിപ്പോയതല്ല. ദൈവം ആരെ തേടി വന്നു? മനുഷ്യനെ തേടി വന്നു. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം
എടിയ പാപിയാമെന്നെ തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പോകുന്നു ലാക്കിലേക്കു പാടുക, പോകുന്നു മാറുവാൻ. കണ്ടോ, ഈ ക്രൂശ് ദൈവം മനുഷ്യനെ തേടി വന്നു, മനുഷ്യൻ ദൈവത്തെ തേടി പോകുന്നുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ. എന്നാൽ എൻ്റെ പ്രിയരെ അറിയണം, ഈശ്വരൻ ദൈവം മനുഷ്യനെ തേടി വന്നു. മനുഷ്യനെ തേടി വന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന് പേര്. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. ഉത്സാര ഭയത്താൽ മുമ്പോട്ട് പോകട്ടെ. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ട് ജീവിച്ചു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വരുന്നുണ്ട്. പിന്നെ 30 കാണുക, ചരിത്രം പറയുന്നു, വിശ്വസിക്കപ്പെടുന്നു. ഇടക്കാലങ്ങളിൽ എവിടാ? അച്ഛൻ്റെ പണിയാ, അധ്വാനിക്കുക. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കർത്താവിനെ. ഇന്നത്തെ പിള്ളേർക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല. 10, 17, 18 വയസ്സായ പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കും, ചെറിയ കൊടുക്കും. അതിനകത്തൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യും. കാശുള്ള വീട്ടിലെ പിള്ളേർ വരെ കാറ്ററിങ്ങിനൊക്കെ പോകും. 10, 500, 600 രൂപയൊക്കെ കിട്ടും. ഞാൻ പല കൊച്ചുങ്ങളും ചോദിച്ചിട്ടുണ്ട്, എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ? റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യും. പിന്നെന്തോ ചെയ്യാനാ? പെട്രോൾ അടിക്കും. പിന്നെന്തോ കറങ്ങണം, പെട്രോൾ അടിക്കണം എന്നല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ല. ഉണ്ടോ? ഇല്ല. അതിനകത്തുള്ള കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും കറങ്ങുക, വൈകിട്ടൊരു കുഴിമന്തി അടിക്കുക. ഈ പിള്ളേരെല്ലാം കൂടെ കുഴിമന്തി അടിച്ചടിച്ച് അവരുടെ കുഴിമാന്തുക എന്നുള്ളത് സത്യം മനസ്സിലാക്കണേ പ്രിയരെ. മാസത്തിൽ ഒരിക്കൽ കൂടുതൽ കഴിക്കരുത് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ എട്ടപാട് തെറ്റിപ്പോൾ. ഞാൻ 2 ദിവസം അടുപ്പിച്ച് ഈ സാധനം പോയ വഴിക്ക് കഴിക്കേണ്ട വന്നു. എൻ്റെ പൊന്നെ, ഞാൻ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ പൊന്നിനോട് പറയുക, വീട്ടിൽ വെക്കുന്ന വല്ലതൊക്കെ കഴിച്ചോണേ. ഇതെല്ലാം അഴുക്കുക. വല്ലപ്പോഴും വെല്ലം കഴിക്കാമെന്നല്ലാതെ ഇതൊന്നും സ്ഥിരം കഴിക്കാൻ കൊള്ളില്ല. നോക്കണം, വീട്ടിൽ വെക്കുന്ന കഴിക്കണം, അമ്മ തരുന്ന കഴിക്കണം. പോട്ടെ, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ലക്ഷ്യബോധം ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ഗുരു എന്തോ ചെയ്യാനെന്നറിയാമോ? തച്ചനായിരുന്നു, മരപ്പണിക്കാരനാ, അധ്വാനിച്ചു. ആ നല്ല പ്രായത്തിൽ കഷ്ടപ്പെട്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുക, ഹി വാസ് ദ മാർക്സിസ്റ്റ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വാന്ന് പറയാൻ കഴിഞ്ഞാൽ എന്താ? തോള് ഭാരം ചുമന്നൊരു ഗുരുവുണ്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ഇന്നും അധ്വാനിക്കുന്നവൻ്റെ ശരീരവേദന അറിയാവുന്ന ഒരുവനുണ്ട്. അധ്വാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രാവിലെ പകലന്തിയോളം അധ്വാനിച്ച് ദേഹം മുഴുവൻ വേദനയായി കിടക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചി, കർത്താപ്പച്ച വയ്യാന്ന് പറയുമ്പോൾ അടുത്ത് വന്നിരുന്ന് സുഗന്ധതൈലം കൊണ്ട് തലോടുമായിരുന്നെന്ന്. അധ്വാനിക്കുന്നവൻ്റെ വേദന അറിയുന്ന ഒരു ഗുരുവുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുവാ, സാക്ഷാൽ വേദന അറിഞ്ഞവൻ. 30ാമത്തെ വയസ്സ് വരെ വീണ്ടും കാണുന്നു. 30ാമത്തെ വയസ്സ് വരെ ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മക്കളറിയണേ, അല്ല, തൻ്റെ അവസാനം വരെ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. മരണത്തിൻ്റെ തലേദിവസവും ആ തൊട്ടു മുമ്പും പറയുന്നു, എൻ്റെ അലോഹി ലമ്മ ശബക്താനി, ഒടുവിൽ പറഞ്ഞ പിതാവ് എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച യേശു 30ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. നന്മ മാത്രം ചെയ്തു മക്കളെ, നന്മ മാത്രം ചെയ്തു. എന്നിട്ട് 33 തിരുവയസ്സിൽ ഒരു സൺഡേ അവർ പാടി, ഹോശന്ന പാടി. അടുത്ത ദിവസം അവർ പറയുന്നു, ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ആ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗതസമ്മനിയുടെ രാത്രി വല്ലാത്ത നൊമ്പരം. ശിഷ്യരെ കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹിച്ച 3 ശിഷ്യർ ആരാ? പത്രോസും യാക്കോബും യോഹന്നാനും. എന്തിനാ? പച്ച മനുഷ്യനാ. ഈ മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അറിയണം. മനുഷ്യരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം, ചാകുമ്പോൾ പ്രിയമുള്ളവരടുത്ത് വേണം. അതുകൊണ്ടാണ് ചിലരെങ്കിലുമൊക്കെ പഴയ കാലത്ത് ഗൾഫിൽ കയറ്റിവിട്ടിട്ട് ഒരുത്തനെ ഇവിടെ നിർത്തും. എന്തിനാ? ചാകുമ്പോൾ അടുത്ത് നിൽക്കുക. ചേട്ടന്മാർ പറയും, നീ ഇവിടെ ഇന്നോ, നിനക്കുള്ളതെല്ലാം ഞങ്ങൾ തന്നോളാം. അവർ കൊടുക്കത്തില്ല. എന്നാലും
ഈ പിള്ളേരെ നോക്കി അപ്പനെ നോക്കി ഇന്നൊന്നും ദോഷവും വരത്തില്ല. അടുത്ത് ഇന്നും ജോലി കളഞ്ഞു വന്ന പിള്ളേരെ എനിക്കറിയാം, അപ്പനെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേർ. എന്നാലും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു കാര്യമുണ്ട്. തളർന്നു പോയ അമ്മയെ നോക്കാൻ UK ജോലി കളഞ്ഞു വന്നൊരു കൊച്ചിനെ കണ്ടു. അവൻ രാത്രി 1 മണിയായപ്പം തളർന്നു പോയ അമ്മയെ വണ്ടിയെ കയറ്റി വെച്ച് ഒരു നൈറ്റിയൊക്കെ ഉടുപ്പിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഹോണടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചാരാ കോവിഡിൻ്റെ ആ സമയം കഴിഞ്ഞ ആ ഒരു സമയങ്ങളിലാണ് അമ്മ തളർന്ന് കിടക്കുക. അമ്മയ്ക്കൊരാഗ്രഹം, മനുഷ്യനെയും ഒന്ന് രാത്രി പുറത്തിറങ്ങണം, പകൽ കൊണ്ടുപോകാൻ പാടാ, കാരണം ഡ്രസ്സൊക്കെ പ്രോപ്പർ ഇടാൻ പാടാ. ഒരു നൈറ്റി ഇട്ട് പ്രിൻസിപ്പാളുടെ പ്രസവം കേൾക്കുമ്പോൾ പാർശ്വി ഒന്ന് കാണണം, ഒന്ന് ഇറങ്ങി വന്ന് കാണാം, അമ്മയ്ക്ക് കാണാനാ. ഞാൻ ചോദിച്ചു നീ എവിടെ പോകും? ചുമ്മാ ഒരു 10-30 മൈൽ ഒന്ന് ഓടിക്കണം, അമ്മയും കൊണ്ട്. സന്തോഷം തോന്നി, ഒരു കുഞ്ഞ് അമ്മയും കൊണ്ട് നടക്കുന്നില്ലേ. അപ്പോൾ നോക്കണേ എൻ്റെ പൊന്നു പ്രിയരെ, മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച ക്രിസ്തു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഈ മനുഷ്യരുടെ ആഗ്രഹം എന്താ? സ്നേഹിക്കുന്നവർ കൂടെ വേണം. മരിക്കുമ്പോൾ പ്രാണവേദനയാ, മരണവേദനയാ. അവരോട് പറഞ്ഞു കൂടെ നിന്നിരിക്കാമോ? അവർ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. ഒറ്റയ്ക്കായി. പിതാവിൻ്റെ സാന്നിധ്യം ദൂതന്മാരെ അയച്ചു, അവരെ അറസ്റ്റ് ചെയ്തു. ആ രാത്രി 3 മതകോടതി വിസ്തരിച്ചു. അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘവും വിസ്തരിച്ചു. കുറ്റം വല്ലതും കണ്ടോ? ഇല്ല. രാത്രിയിലായിരുന്നു മതകോടതിയുടെ വിസ്താരം. അവിടെ ഒത്തിരി തെറ്റുകൾ നടക്കുന്നുണ്ട്. രാത്രി കോടതി ഉണ്ടോ? ഇല്ല. അടിയന്തര അവസരമല്ല, രാത്രി കോടതിയില്ല. 2, കോടതിയിൽ പ്രതിയെ കൊണ്ടുവരുമ്പം കുറ്റപത്രം വായിക്കണം. വായിച്ചോ? ഇല്ല. 3-മത്തെ കാര്യം, കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കയ്യേറ്റം ചെയ്തു. 4-മത്തെ ഒരു കാര്യമാണ്, പ്രതിക്കെതിരെ സാക്ഷികളെ കൊണ്ടുവരണം. അവർ പരസ്പരം കേൾക്കപ്പെടാതെ വിസ്തരിക്കുകയും കുറഞ്ഞത് 3 സാക്ഷികളുടെയെങ്കിലും മൊഴികൾ ഒത്തുവരികയും ചെയ്യണം. സാക്ഷിമൊഴികൾ ഒത്തുവന്നോ? ഇല്ല. എന്നിട്ടും അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം. ഇനി ആരുടെ അനുവാദം വേണം? രാഷ്ട്രീയ കോടതിയുടെ അനുവാദം വേണം. തെളിവ്, നമ്മൾ ഇന്ന് പള്ളി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാലും എവിടെ രജിസ്റ്റർ ചെയ്യണം? പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം. പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ട്. കത്തോലിക്കലൊക്കെ സഭാ കോടതിയുണ്ട്. അനൽമെൻറ്റ് ചില മാരേജിന് കൊടുത്താലും എവിടെ നിന്നുള്ള ഇത് വേണം? കുടുംബ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാതെ ഒരാൾക്ക് സെക്കൻഡ് മാരേജ് നടത്താൻ ഒക്കത്തില്ല. പിന്നെ ആരാവും? വിവാഹ തട്ടിപ്പ് വീരനാകും. അപ്പോൾ എന്താണ്? കോടതിക്ക് കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ ശിക്ഷ ഇവർക്ക് വിധിച്ചെങ്കിലും നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ലോക കോടതിയുടെ ഗവൺമെൻറ് അംഗീകാരം വേണം. റോമാ ഗവൺമെൻറ് പിലാത്തോസിൻ്റെ അടുക്ക കൊടുത്തു. പിലാത്തോസ് മൊത്തം പഠിച്ചു, ഒരു തെറ്റും കണ്ടില്ല. ഇനി എന്താ വഴി? പ്രതി ഏത് പ്രവിശ്യയിലെയാണ്? അവിടുത്തുകാരനെ ആ പ്രതിയിലെ ഗവർണറെ വിസ്തരിക്കാം. ഹെരോദാസ് വന്നിട്ടുണ്ട്, യെരുശലേമിലുണ്ട്, വിട്ടു. അങ്ങോട്ട് അദ്ദേഹം തിരിച്ചയച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും പിലാത്തോസ് വിസ്തരിച്ചു. എന്നിട്ട് പിലാത്തോസ് പുറത്തു കൊണ്ടുവന്ന് യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. മാനവലോകമേ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ സഭ, സമുദായം, മതം, രാഷ്ട്രീയം, അത് നിങ്ങളുടെ കാര്യം. എങ്കിലും ഒരു ചെറിയ ചോദ്യം എളിയവൻ ചോദിക്കുക, ഉത്തരം പറയണം. കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ബാക്കി പൂരിപ്പിച്ചേ. മക്കൾ ബാക്കി പൂരിപ്പിക്കുക. പൗരബോധം വേണ്ടേ? പൗരബോധം വേണം. ബാക്കി പൂരിപ്പിക്കുക. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പറ ബാക്കി. എടാ പറയടാ, പിള്ളേർ പറ ബാക്കി. അങ്ങനെ തലമുറയായിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞേനെ, കൈ ചുരുട്ടി പറഞ്ഞേനെ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? ആണോ? പക്ഷേ അതാണ് കോടതിയുടെ അടിസ്ഥാനം. കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. കോടതി എന്താ പറഞ്ഞേ? ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കോടതി വെറുതെ വിടണം. പക്ഷേ കോടതി വിധിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ചു വിട്ടയക്കാം. ഏതുകൊണ്ട്? ഒരു തെറ്റും ചെയ്യാത്ത കൊണ്ട് അടിപ്പിക്കാം. സമ്മതിക്കുമോ? വെറുതെ അടിക്കുമോ പോലീസ്? ചുമ്മാ ഒരടി തരുമോ? നമ്മുടെ പൗരബോധം തിളയ്ക്കത്തില്ലേ? എൻ്റെ അറിവ്, എൻ്റെ വായന എവിടെയോ കിടക്കുന്ന ഒരു ഓർമ്മ. തിരുവനന്തപുരത്ത് നിൽക്കുന്ന സാത്വികനായൊരു മനുഷ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ സാർ. എൻ്റെ ഓർമ്മയാണ്, നമുക്ക് എപ്പോഴോ വായിച്ചതാണ്. മുടി വളർത്തിയത് പോലും പ്രതിഷേധമായിട്ട്. അന്നത്തെ ഹിപ്പി സംസ്കാരത്തിൽ ഒരു SI ഇങ്ങനെ ബൈക്കേ കൊണ്ടാടുന്ന കത്രീയമായിട്ട്. ഞാൻ എവിടെയോ ഒരിക്കൽ വായിച്ചാണ്. അപ്പം അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് മുടി വളർത്തിയത്, പിന്നെ വളർത്തിയതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയെ കിടക്കുന്നു. ശരിയായിരിക്കണം എൻ്റെ ചിന്ത. എങ്കിലും പൊക്കോട്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തെറ്റ് ചെയ്യാത്തവനെ അടിക്കാൻ ഒക്കുമോ? ഇല്ല. എന്നിട്ടും അടിപ്പിക്കപ്പെട്ടു. ഇത് കേട്ട താമസം ഈ റോമൻ പടയാളികൾ ഭയങ്കര കിരാതന്മാരാണ്. ഇവിടെ മനുഷ്യനെ ക്രൗരമാക്കും. നമ്മളും കേട്ടിട്ടില്ലേ?
ഈ വടിവാൾ കൊണ്ടൊക്കെ വെട്ടിക്കുന്ന ഗുണ്ടകളെ ഒന്നും ആദ്യം മനുഷ്യനെ വെട്ടാൻ വിടത്തില്ല. ആദ്യം അവിടെ വടിവാൾ കൊടുത്തിട്ട് പട്ടിയെ വെട്ടിക്കും, വാഴയെ വെട്ടിക്കും എന്നൊക്കെ പറയുന്നത്. പട്ടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കും. എന്തിനാ? ഇവന് ചോര കാണുമ്പോൾ എന്തോ ചെയ്യരുത്, അറയ്ക്കരുത്, അല്ല അവൻ വെട്ടിയാൽ മയങ്ങി വീഴും. ചോര മയങ്ങി വീണാൽ എന്തോ ചെയ്യും? പിന്നെ അന്നേരം അവനെ അറസ്റ്റ് ആക്കത്തില്ലേ, വെട്ടിയിട്ട് ഓടണ്ടേ, അന്നേരം പോകണ്ടേ. അപ്പം ചോര കണ്ട അറയ്ക്കാതെ ആക്കണമെങ്കിൽ ക്രൗര്യമാകണം മനസ്സ്. അതിനുവേണ്ടി റോമൻ പടയാളികളെ കൊളോസിയത്തിലൊക്കെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, കോഴിപ്പോര്, കാളപ്പോര്, മനുഷ്യരും. എന്തിനാ? മനുഷ്യ മനസാക്ഷിയെ നിർജ്ജീവിപ്പിക്കാൻ. അങ്ങനെ ക്രൗര്യപ്പെട്ട് അവരിത് കേട്ട താമസം അടിച്ചു. റോമൻ ചാട്ടുകൾക്ക് ഒത്തിരി ലെയറുണ്ട്. ആ ലെയറുകളിൽ പല കൊളുത്തുകളും മുള്ളുകളും ഉണ്ട്. അടിക്കുമ്പോൾ ആഞ്ഞു വീണു, എടുക്കുമ്പം പറഞ്ഞു പോകുന്ന മാംസം. അത് അടുത്തൊരു കലിത്തളത്തിൽ ലാച്ചി എടുക്കും, വീണ്ടും അടിക്കും. അടിച്ചു. സംഗീതക്കാരൻ ദീർഘദർശനത്തിൽ അത് കണ്ടു. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ അവർ നീളത്തി കീറി, പുറം കണ്ടം പോലെ ഉഴുതു മറിച്ചു. മക്കളെ, എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ചെയ്യുന്നില്ല കുറ്റം. അതുകൊണ്ട് ഗുണം വല്ലതും ഉണ്ടോ? ഉണ്ട്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. കണ്ടോ? ഒരുവൻ തെറ്റ് ചെയ്യാഞ്ഞിട്ട് ശിക്ഷയേറ്റത് കൊണ്ട് എന്താ ഗുണം? അവൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവേ, അങ്ങെനിക്ക് വേണ്ടി ശിക്ഷയേറ്റു എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റുകാരനാ, ഞാൻ പാപിയ, എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. കണ്ടോ? സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം അട്ടിച്ച് തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവനെ അവിടത്തേക്ക് മുൾക്കിരീടം കൊടുത്ത് ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു ചെങ്കോലും ഒരു കഴയും പിടിപ്പിച്ച്. എന്തിനാ? രാജാവാ. അതിന് പകരം ഒരു കഴയും കൊടുത്ത് ഒരു ചെങ്കോലും പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്ന് കുരിശുമെടുത്തുകൊണ്ട് നടന്ന് വസ്ത്രങ്ങൾ പകത്തിട്ട് അഴിച്ചു മാറ്റി കുരിശുമെടുത്തുകൊണ്ട് നടക്കപ്പെടുകയാണ്. എൻ്റെ പൊന്നു പ്രിയരെ, ക്രൂശുമെടുത്ത് വീണ്ടും എഴുന്നേറ്റും ക്രൂശിതൻ പോയി. നമ്മുടെ കർത്താവ് പോയി. എന്തിനാ വീണ്ടും എഴുന്നേറ്റും പോകുന്നത്? തൻ്റെ ചുമലിൽ ഭാരമുള്ള കുരിശുമെടുത്തുകൊണ്ട് വീഴുമ്പോൾ സാധാരണഗതിയിൽ മുഖം പുറമോട്ട് വീഴത്തില്ല. ഭാരം പുതുകത്തിരിക്കുമ്പോൾ മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ചായിരിക്കും വീഴുന്നത്. കൈകൾ കുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഖമടിക്കാം. അങ്ങനെയെങ്കിൽ മുഖത്തിൻ്റെ ഭാഷ, രൂപം, ഛായ മാറി. പ്രവാചകൻ പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിനാ അവൻ വിരൂപനാണെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ സുന്ദരന്മാരായിരുന്നു. ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ, ഞാനിവിടെ എല്ലാം കൂടെ നടക്കുന്ന ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ അറിയാവുന്നവർക്ക് ഒറ്റ നോട്ടത്തെ അറിയാം. ചത്ത മീൻ്റെ കണ്ണുപോലിരിക്കും. അറിയാം മക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അറിയാം. സ്ഥിരം കുടിയായോ? കണ്ണെല്ലാം തല ഇങ്ങനെ ഒരിക്കും. ഓമനത്തോളം മുഖങ്ങൾ വിരൂപപ്പെട്ടു പോയില്ലേ? നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ ആയത്? പക്ഷെ ഒന്നറിയാം, പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായി. കണ്ടാൽ ആളറിയാത്തവനെ പോലായി. വീണ്ടും എഴുന്നേറ്റും കാൽവറി കുരിശിലേക്ക്, ഗദസമനിലേക്ക് നടക്കപ്പെട്ടു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അവർ യേശുവിനെ ക്രൂശിച്ചു. എവിടെ? 2 കള്ളന്മാരുടെ നടുവിൽ. ഇവർക്കൊരബദ്ധം പറ്റി കേട്ടോ. ഇവരോർത്തു നടുക്ക് കിടക്കുന്നവനെ പെരുങ്കള്ളനാ. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റി. ഇവർക്കറിയില്ലായിരുന്നു അവൻ സകലത്തിൻ്റെയും നടുക്ക്. അവിടുന്ന് 2 കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിൻ്റെയും ഭൂമിക്കും നടുക്ക്, മനുഷ്യനും ദൈവത്തിനും നടുക്ക് ഏക മധ്യസ്ഥൻ ആകാശത്തിനും ഭൂമിക്കും കീഴേ മാനവരക്ഷയുടെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഏകനാമം അവിടുന്ന് നടുക്ക് കിടക്കുക. നോക്കൂ, നടുക്ക് കിടക്കുക. അവർ ക്രൂശിക്കപ്പെട്ടു. ഇവരെന്തിനാ ഈ ക്രൂശീകരണം ഇത്ര നിർബന്ധം പിടിച്ചത്? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, വയലിൽ നിന്ന് വരുന്ന കുറേനായ ശീമോനെ ക്രൂശെടുക്കാൻ എന്ത് ചെയ്തു? ക്രൂശെടുക്കാൻ നിർബന്ധിക്കാൻ കാര്യം എന്താ? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. വീണ്ടും എഴുന്നേറ്റും പോയപ്പോൾ ഇവർക്കൊരു ചിന്ത തോന്നി, ഗദസമനെ ഗാഗുൽത്തായി ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു പോകും. ഗാഗുൽത്തായി വരെ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്രൂശിക്കും? നഗരത്തിനകത്ത് ക്രൂശിക്കാൻ ഒക്കത്തില്ല, വിശുദ്ധ സ്ഥലമാണ്. ഇത് ശാപമരണമാണ്. പുറത്ത് കൊണ്ടുപോകണം. അവിടം വരെ ചെല്ലണ്ടേ? ഇനി ആരെടുക്കും? റോമാക്കാരെടുക്കുമോ? യഹൂദന്മാരെടുക്കുമോ? ശാസ്ത്രിമാരെടുക്കുമോ? ആരുടെ കൊടുത്തു? വയലിൽ നിന്ന് വരുന്ന പാവത്തിൻ്റെ തലയെ വെച്ച് കൊടുത്തു കേട്ടോ. പാവത്തിൻ്റെ തലയിൽ പക്ഷെ ഗുണമുണ്ടായി. അലക്സണ്ടറും രൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ക്രൂശി ചുമന്ന ഭയങ്കര അനുഗ്രഹമാണ്. ക്രൂശി ചുമന്ന അനുഗ്രഹമാണ്. 3-ാം തലമുറയിൽ
കർത്താവിനെ പ്രസംഗിക്കാൻ എളിവനും ഭാഗ്യം കിട്ടി. ക്രൂശ് ചുമന്നാൽ അനുഗ്രഹമാ, ക്രൂശ് ചുമന്നാൽ അനുഗ്രഹമാ. ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോയി. അവരെന്തിനാ ക്രൂശിയിരിക്കാൻ കൊണ്ടുപോയത്? ഇവന് എന്തുകൊണ്ട് അവിടത്തേക്ക് ക്രൂശ് മരണം തന്നെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചു? ശാപമരണമാ മക്കളെ, ശാപമരണം. തെളിവ്, മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശാപമായി ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയുടെ മണ്ടയ്ക്ക് നമ്മൾ പറയും, ഭാരതമണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മണ്ടയിൽ ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുകളിൽ ശാപമുണ്ട്. എങ്ങനെ വരാം? രണ്ട് വഴിയിലൂടെ വരാം. അമ്മ വഴി, അപ്പം വഴി വരാം. അമ്മ, അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ, വീണ്ടും പൊക്കൂ, മേപ്പോട്ട് പൊക്കൂ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ, 4 തലമുറയിൽ ഏതെങ്കിലും കണ്ണിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും. ഇത് പേറി നടക്കുന്നവർ നിലവിളിക്കുന്നു. എങ്ങനെ രക്ഷിക്കാം? അനുഭവിക്കണ്ടേ? ഇത് മാറാൻ അവിടുന്ന് ശാപവർണ്ണം വഹിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ശാപം, അബ്രഹാമിൻ്റെ അനുഗ്രഹം വരേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി. ഗുണം എന്താ? ഒരുവൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുവെ അങ്ങനെക്ക് വേണ്ടി മരിച്ചെന്ന് സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ബന്ധനങ്ങളെ ക്രൂശിൻ്റെ വചനമുണ്ടല്ലോ, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ് എന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവശക്തിയായി വ്യാപരിക്കും. ഞാനിന്ന് രാത്രി വളരെ ശാന്തമായി സംസാരിക്കുമ്പോഴും എനിക്കറിയാം ഈ ദേശത്ത് ആ ശക്തി വ്യാപരിക്കുക, ഈ ചുറ്റുപാടിൽ ആ ശക്തി വ്യാപരിക്കുക. ക്രൂശിൻ്റെ വചനത്തിനകത്തൊരു ശക്തിയുണ്ട്. ശക്തി കരങ്ങളടിച്ച് സ്തുതിക്കാവുന്നവൻ്റെ രാത്രി കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാട്ടാരെ, വീട്ടാരെ, കൂട്ടുകാരെ കേൾക്കണം, കേൾക്കണം, കേൾക്കണം. പക്ഷേ ഈ ക്രൂശിൻ്റെ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ വ്യക്തി ഈ ക്രൂശിൻ്റെ ശക്തിയുമായി, ഈ ക്രൂശിതനുമായി തൻ്റെ വീട്ടിലേക്ക് പോയാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിൻ്റെ കുടുംബവും രക്ഷമാക്കി. ഇതിന് വേറെ ശക്തിയുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി അനുഭവങ്ങൾ. അപ്പം കുടിയൻ, അമ്മ തളർന്നു കിടക്കുന്നു, BBSന് വന്ന കുഞ്ഞ് യേശുവുമായിട്ട് പോയി, ആ വീട് രക്ഷപ്പെട്ടു. ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ യേശുവുമായിട്ട് ആ വീട്ടിൽ നിന്ന് യേശുവെ എന്ന് വിളിച്ചാൽ നിന്റെ വീടിനെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ, കരമടിച്ച് സ്തുതിച്ചേ. അർക്കം ഋകജം രകനം ശകനം ദിഗനം രകജം രകലം ദാരം അർക്ക റിക്ക രക നക ധര ദിന രകധര ദിഗന്ധര ദഗന രകന. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ട അമ്മ നിന്റെ വീടിനകത്ത് വ്യാപരിക്കും. അമ്മച്ചി ഒറ്റയ്ക്കായിരിക്കാം, അപ്പച്ചൻ ഒറ്റയ്ക്കായിരിക്കാം, മക്കൾ ഇന്ന് വഴിതെറ്റി പോയിരിക്കായിരിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത്. നശിച്ചു പോകുന്നവർക്കെതിരെ ഭോഷത്വം, നശിച്ചു പോകുന്നവർക്കെതിരെ മണ്ടത്തര. അവർ ഞങ്ങളെ കല്ലെറിയും, അവർ ഞങ്ങളെ ഓടിക്കും. പക്ഷേ ഇതുമായിട്ട് ഒരാൾ നിന്ന, കഴിഞ്ഞ രാത്രി എന്നോട് ഞങ്ങളുടെ വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ആ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ ആ ബൈപ്പാസ് റോഡിൽ ആ നാട്ടിലെ മുഴുവൻ തലമുടി കൊണ്ടിടുന്ന സ്ഥലം, മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലം, രാത്രി പോലും ആളുകൾ അതുവഴി നടക്കാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഏരിയ ആയിട്ട് മാറി. എന്താ? ഒറ്റ മനുഷ്യൻ ആ സ്ഥലത്ത് വീട് മേടിച്ച് അവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സിറ്റുവേഷൻ, ആ സ്ഥലത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറിയെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് ദേശത്ത് വ്യത്യാസം ഉണ്ടാകും. കരമടിച്ച് സ്തുതിച്ച് റക്ക റിക ദഗ ധന. ചില ഗ്രാമങ്ങളിൽ വിടുവിക്കപ്പെടും. അയൽ വീടുകളിലെ മദ്യപാനാസക്തി മാറും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അപ്പുറത്തെന്നും ചീത്തവിളിയാണെങ്കിൽ തിരിച്ച് ചീത്ത വിളിക്കരുത്. കൈനീട്ടി പ്രാർത്ഥിക്കണം, കൈനീട്ടി പ്രാർത്ഥിക്കണം. നിന്റെ ചുറ്റുപാടിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ റക്ക റിക്ക ദഗന